ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അനിക്കാസ് വേൾഡിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഇവിടെ എളുപ്പത്തിൽ എങ്ങനെ ഒരു അടിപൊളി അൽഫാം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോനെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇത് ശരിക്കും റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ നമുക്ക് അൽഫാം തയ്യാറാക്കാൻ പറ്റും. ആദ്യമായിട്ട് നമുക്ക് കനൽ വേണം. അപ്പോൾ കരി ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. ഇങ്ങനെ മരക്കഷ്ണങ്ങൾ ഇതിനെ കൂട്ടി വെച്ച് കത്തിക്കാം. കർപ്പൂരം ഉണ്ടെങ്കിൽ നല്ല എളുപ്പത്തിൽ ഇങ്ങനെ കത്ത് പിടിക്കും. ഇടയ്ക്കിട്ട് ഇങ്ങനെ ഉണങ്ങിയ ഇലകളൊക്കെ ഇട്ട് കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ ഇത് തന്നെ ഇങ്ങനെ കഴിയുമ്പോൾ സ്വന്തമായിട്ട് തന്നെ ഇങ്ങനെ തവിട് പൊടിയായിട്ട് വീണെടുക്കുന്നുണ്ടാവും. അപ്പോൾ അത് കരിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കെടുത്തി വെക്കുക. ഇത് തലേ ദിവസമാണ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. അപ്പോൾ നമ്മൾ 1 കിലോ ചിക്കനാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. ഞാൻ അൽഫാമിന് കുറച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഹസ്ബൻഡ് വന്ന് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ അടിച്ച് പരത്താം. അതിന് ശേഷം ഒരു മിക്സി ജാർ എടുക്കുക. അതിനകത്ത് കുറച്ച് കുരുമുളക് പൊടി, അതായത് 1 സ്പൂൺ കുരുമുളക് പൊടി, 2 സ്പൂൺ കുരുമുളക് പൊടി എരിവ് അനുസരിച്ച് ചേർക്കുക. ഞാനിപ്പോൾ 2 സ്പൂൺ കുരുമുളക് പൊടിയാണ് എടുത്തിരിക്കണേ. അതിലേക്ക് 2 സ്പൂൺ തൈര് ഒഴിക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കാൻ പോവുകയാണ്. വലിയ ചെറുനാരങ്ങയുടെ നീരൊഴിക്കുക. എന്നിട്ടിത് മിക്സിയിൽ വെച്ച് അടിച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കുക. നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ നന്നായിട്ട് വരഞ്ഞ് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കൻ്റെ വരഞ്ഞ ഭാഗത്തൊക്കെ നന്നായിട്ടിത് തേച്ച് പിടിപ്പിച്ച് വെക്കണം. ഈ ഒരു മാരിനേഷൻ നമുക്കിതിന് 2 മാരിനേഷനാണ് ഉള്ളത്. ഫസ്റ്റ് ഈ കുരുമുളക് പൊടിയും ലൈം ജ്യൂസും തൈരും ഉപ്പും ഇട്ടിങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഒരു അരമണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. അതാണ് ഫസ്റ്റ് മാരിനേഷൻ. ഈ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കുക. സെക്കൻഡ് മാരിനേഷന് വേണ്ടി ചേരുവകളാണ് ഇതൊക്കെ. 1.5 സ്പൂൺ മല്ലി, 1/2 സ്പൂൺ പെരുംജീരകം, 1 സ്പൂൺ നല്ല ജീരകം, 5 വറ്റൽമുളക്, പിന്നെ 2 ഏലക്ക, 2 കറുകപ്പട്ട. പാൻ ചൂടാക്കാൻ വയ്ക്കുക. ചേരുവകളൊക്കെ പാനിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ജീരകം കരിയാൻ നോക്കണം കേട്ടോ. ഇതൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി മിക്സിയുടെ ജാർ എടുത്തിട്ട്, ചെറിയ ജാർ എടുത്താൽ മതിയാവും. ഇതൊക്കെ ആദ്യം നന്നായിട്ട് പൊടിക്കുക. ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇനി നമുക്ക് വേണ്ട സാധനങ്ങൾ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ചെറിയ സവാള മതി, അത് കട്ട് ചെയ്തിടുക. പിന്നെ ചെറിയൊരു തക്കാളി എടുക്കുക, അതും ഇങ്ങനെ കട്ട് ചെയ്തിടാം. ഇനി 2 മുളക് ഇടുക. ഇത് വീട്ടിലുണ്ടായ പച്ചമുളകാണ്. 1 കപ്പ് മല്ലിയില ഇടുക. ഇതൊക്കെ നന്നായിട്ട് അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്യുക. അരച്ച് വെച്ചിരിക്കുന്നതാണ്, നന്നായിട്ട് അരയണം.
കണ്ട നന്നായിട്ട് അരഞ്ഞ് പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാനായിട്ട് ഞാനൊരു വേറൊരു പാത്രത്തേക്ക് ഈ അരപ്പിനെ ഇടുകയാണ്. എന്നിട്ട് ഓരോ ചിക്കൻ പീസ് എടുത്തിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും. ഇത് സെക്കൻഡ് മാരിനേഷനാണ്. ഇതൊരു 4 മണിക്കൂർ, മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. അതിൽ കൂടുതൽ നേരം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ളത് കിട്ടും. ചിക്കനിൽ ഇങ്ങനെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അതൊരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. മിനിമം ആണ് 4 മണിക്കൂർ. എത്രയോ നേരം വെച്ചാലും കുഴപ്പമൊന്നുമില്ല, അത്രയ്ക്ക് ചിക്കന് സ്വാദ് കിട്ടും. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇനി നമ്മൾ ഈ ലോക്ക്ഡൗൺ കാലത്താണ് നമ്മൾ സംഭവം സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് ഓവൻ്റെ ഗ്രില്ലാണ്. കനലുണ്ടാക്കിയിട്ട് ഈ ഗ്രില്ല് നമ്മളവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നല്ല ചൂട് അല്ലെങ്കിൽ നമ്മൾ ഈ ചിക്കൻ പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. പിന്നെ സൺഫ്ലവർ ഓയിൽ, ചിക്കൻ സെക്കൻഡ് ടൈം മാരിനേഷൻ ചെയ്യുമ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ചുകൂടി നല്ലതാണ്. ഈ ലോക്ക്ഡൗൺ കാലത്ത് സൺഫ്ലവർ ഓയിൽ വാങ്ങിക്കാൻ കിട്ടിയില്ല. അപ്പോൾ ഞാൻ വെജ് ഓയിലാണ് 2 സ്പൂൺ ചേർത്തിരിക്കുന്നത്. ഈ ചിക്കൻ ഇടയ്ക്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടാം. ചിക്കൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ശരിക്കും നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കണ അതേ അൽഫാമിൻ്റെ ടേസ്റ്റിൽ തന്നെ കിട്ടും. നമ്മൾ അൽഫാം ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ അൽഫാം റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.